നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ശിശുവിന് മാത്രമേ അറിയുള്ളൂ. ശിശുവിനും ഉണ്ടാണ്ട് വെക്കുകയായിരുന്നു കൃത്യമെന്നുണ്ട്. എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നിനും വരരുത്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഏതോ പാവം പിടിച്ച പെൺകുട്ടി വീട്ടിൽ കല്യാണം സമ്മതിക്കാത്തത് കൊണ്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോകാന്ന്. അവനെ കണ്ട അവളുടെ അച്ഛൻ്റെ പ്രായമുണ്ട്. സംഭവം അതൊന്നുമല്ല. പുള്ളിക്കാരിക്ക് ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ ഭർത്താവാണ് തൊട്ടടുത്തിരിക്കുന്ന മഹാൻ. അതിൽ അയാൾക്കൊരു 3 മക്കളെങ്ങാനുണ്ട്, 2 3 മക്കളുണ്ട്. എന്നിട്ടാണ് ഈ പെങ്ങൾ കുട്ടിയായിട്ട് അവിഹിതം ശേഷം ഒളിച്ചോട്ടം. നല്ല ഫാമിലി, ബ്യൂട്ടിഫുൾ ഫാമിലി എന്ന് പറയുന്നില്ല. ഈ വക തെണ്ടികളൊക്കെ എന്താ പറയേണ്ടത്? ഒന്നുമില്ലെങ്കിലും അവളുടെ ചേച്ചിയുടെ ജീവിതമാണ് അവൾ നശിപ്പിച്ചേക്കുന്നത്. അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തിലാണ്, ആത്മാർത്ഥമായിട്ട്. ഇങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള മഹാൻ അയാൾക്ക് മറ്റവളുടെ കൂടെ കിടന്ന് 3 കൊച്ചുങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ അടുത്തിരിക്കുന്ന കുരിശിൻ്റെ ബോധമില്ലായിരുന്നു. ആ കുഞ്ഞുങ്ങളെ ജീവിതം നശിപ്പിച്ച്, ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ച് ഇവളെ കൂടെ ജീവിക്കാൻ വേണ്ടി പോവുക. നീയൊക്കെ കുറേ ജീവിക്കും. ഇങ്ങനെയാണെങ്കിലും ഇതാണ് കയ്യിലിരിപ്പെങ്കിൽ ജീവിച്ചത് തന്നെ. വീട്ടുകാരെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഇതിനെ ഈ വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയിട്ട് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ഒന്നുമല്ല വീഡിയോ എടുക്കാൻ കാരണം. ആത്മാത്ര ഇഷ്ടം കൊണ്ടാണ്. വർഷങ്ങളായിട്ടുള്ള ആത്മാത്ര ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. അത് പറയുമ്പോൾ തന്നെ അതിലൊരു നിർബന്ധമോ ഫോഴ്സിങ്ങോ എന്തോ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു. അത്രയ്ക്ക് ആർട്ടിഫിഷ്യലായിട്ടുണ്ട് അഭിനയം. എന്തായാലും കൊള്ളടാ മോനെ, നീയാണ് യഥാർത്ഥ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ. ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ ഒരു ആത്മാത്ര പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ മോനെ നീ ആ പെണ്ണിനെ കല്യാണം കഴിച്ചത്? അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു ബന്ധമെങ്കിൽ എന്തിന് 2 3 മക്കളെ ഉണ്ടാക്കി? ഇത് കക്ഷത്തിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ എന്തിന് ഇപ്പോൾ 2 കൂടെ ഒളിച്ചോടി പോകുന്നു? ഞങ്ങൾ ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. പിരിയാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ഫെവിക്കോള് മേടിച്ച് ഒട്ടിച്ചു വെക്ക്. 2 കൂടെ നേരം ഇങ്ങനെ ഇരിക്കുമല്ലോ. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളയിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2 3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോട്ടെ. ഇവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റില്ല. അതെ, അവൻ തിരിച്ചു വരും. നമുക്ക് നരസിംഹത്തിലെ BGM ഒന്നിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് കൊഴുക്കട്ടെ. 2 3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. ആരൊക്കെയാണെന്നറിയോ? മക്കളെ ആയിരിക്കുന്നല്ല, ആണ് മക്കളെ തന്നെ. അതെ, ഇമ്മാരി ഓരോ തോന്നിവാസം കാണിച്ചു വെച്ചിട്ട് ഇനി ആ മക്കളെയും കൂടെ കൊണ്ടുപോയിട്ട് അതിറ്റങ്ങളെ ജീവിതം കൂടെ നശിപ്പിച്ച് അടിച്ച് കലക്കി കൈ കൊടുക്ക്. നീയാണ് അപ്പം അസല് 916 തന്ത. അങ്ങനെ തന്നെ വേണം അച്ഛന്മാരാകുമ്പോൾ. നീയോ നശിച്ചു, ഇനി നീ നിന്റെ മക്കളെ ജീവിതം കൂടെ നശിപ്പിക്കാൻ വേണ്ടി നടക്ക്. അന്വേഷിച്ച് വരരുതേന്ന്. പിന്നെ അന്വേഷിച്ച് വരാൻ പറ്റിയ 2 മത്തിച്ചികളും, ഒരു മത്തിച്ചിയും ഒരു മത്തിച്ചനും. എന്ത് കണ്ടിട്ടാണ് നിന്നെയൊക്കെ അന്വേഷിച്ച് വരേണ്ടത്? നീ എന്നാ നിധി വല്ലതുണ്ടോ നിന്റെ പോക്കറ്റിൽ അന്വേഷിച്ച് വരാൻ വേണ്ടിയിട്ട്? പറയുന്നതിലൊരു ഇച്ചിരി ലോജിക്ക് വേണ്ടി. അന്വേഷിച്ച് വരരുത്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമോനല്ലേ? എടാ, അവളില്ലാണ്ട് പറ്റൂലെങ്കിൽ നിങ്ങളെല്ലാം കൂടെ എവിടെയെങ്കിലും പോയി ജീവിക്കടാ. ഇതെല്ലാം കൂടെ വന്ന് ഈ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ വിളമ്പുന്ന എന്തിനാ? പോരാത്തതിന് അവൻ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ടാണ് 2 കൂടെ അവൻ്റെ ചുംബന സമരം നടത്തുന്നത്. നിങ്ങൾ സത്യത്തിൽ ഒരു വീഡിയോ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? അറിയാത്തതുകൊണ്ട് ചോദിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവൾക്കിട്ട് 2 ഉമ്മയും അവനിട്ട് 2 ഉമ്മ. ഇത് എന്തോന്നാണ് ഇതെല്ലാം? കണ്ടാ മതി, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ജീവിച്ച് കണ്ടാ മതി. നടക്കട്ടെ. ഇങ്ങനത്തെ ഓരോ ആൾക്കാരിൽ ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ് മക്കൾസ്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, ഭൂരിഭാഗം ആൾക്കാരും അവിഹിതത്തിന് പോകുന്നത്. ഇത് ഒരു തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം ഇപ്പം വളർന്നു വരുന്നുണ്ട്. അവിഹിതമൊന്നും ഒരു മിസ്റ്റേക്കുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. നമ്മൾ ആ കൂട്ടത്തിൽ ഒരാളാവാണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം, നമ്മളെ കുടുംബത്തിന് കൊള്ളാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്.
സബ്സ്ക്രൈബ് ചെയ്യത്തില്ല, അതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.